പഞ്ചായത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സ് പകർപ്പ് നൽകാത്തതും വാർഡിനോടുള്ള അവഗണനയും പ്രതിഷേധിച്ച് ഭരണപക്ഷ അംഗവും BJP അംഗങ്ങളും വക്കം പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തി. ഭരണപക്ഷ അംഗമായ കോൺഗ്രസിലെ ഗണേഷ് ഓഫീസിനകത്തും BJP അംഗങ്ങളായ നിഷ മോനി, ജൂലി, സിന്ധു എന്നിവർ പഞ്ചായത്തിന് മുന്നിലുമാണ് തിങ്കളാഴ്ച രാത്രിയും സമരം നടത്തിയത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഗണേഷിനെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണകക്ഷി നേതാക്കൾ യോഗത്തിൽ വെച്ച് ആക്രമിച്ചിരുന്നു. പദ്ധതി രൂപവൽക്കരണത്തിലെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടിയതാണ് അന്നത്തെ പ്രകോപനത്തിനു കാരണം. അന്ന് നടന്ന കമ്മിറ്റിയുടെ മിനിറ്റ്സിന്റെ കോപ്പി ആവശ്യപ്പെട്ടതാണ് തിങ്കളാഴ്ച ഗണേഷ് കുമാറും മറ്റംഗങ്ങളും പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നത്. തിങ്കളാഴ്ച നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ വാർഡ് അംഗങ്ങൾ ആവശ്യം ഉന്നയിച്ചെങ്കിലും കോപ്പി നൽകാതെ ഭരണ നേതൃത്വം ഒഴിഞ്ഞുമാറുകയായിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പദ്ധതികളുടെ മുൻഗണന തയ്യാറാക്കിയതിൽ ഗണേഷ്, നിഷ മോനി, ജൂലി, സിന്ധു അംഗങ്ങളുടെ വാർഡിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. പുതിയ പദ്ധതികളൊന്നും ഇവരുടെ വാർഡിൽ അനുവദിച്ചില്ല. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് അംഗങ്ങൾ സമരം തുടങ്ങിയത്. വക്കം ഗ്രാമപഞ്ചായത്തിലെ BJP മെമ്പർമാരാണ് ഞങ്ങൾ ഇപ്പോഴും ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, അതായത് ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടി സ്വീകരിക്കലാണ്. അതായത് ഭരണപക്ഷത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ മാത്രം മുൻനിർത്തിയാണ് വാർഡിന്റെ വികസനം ചെയ്യാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവുന്നത്. ഓരോ വാർഡിൽ നിന്നും മെമ്പർമാർ വന്നിരിക്കുന്നത് പൊതുജനത്തെ സേവിക്കാൻ വേണ്ടി തന്നെയാണ്. പൊതുജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഈ ഏകാധിപത്യം നടത്തുന്ന പ്രസിഡന്റിന്റെ നയങ്ങളോട് എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഒരേ അജണ്ടയിലുള്ള 3ാമത്തെ കമ്മിറ്റിയാണ് ഇന്ന് നടന്നത്. ആദ്യത്തെ കമ്മിറ്റിയിൽ ഒരു മെമ്പർ, അതായത് ഭരണപക്ഷത്തുള്ള തന്നെ മെമ്പറിന്റെ അഭിപ്രായം മാനിക്കാതെ വൈസ് പ്രസിഡന്റ് ഇറങ്ങി പോവുകയും ഒപ്പം കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആ കമ്മിറ്റി വീണ്ടും അടിയന്തര കമ്മിറ്റി എന്ന രീതിയിൽ വീണ്ടും ചർച്ചയ്ക്ക് വെച്ചു. ആ കമ്മിറ്റിയിൽ കയ്യാങ്കളിയാണ് ഉണ്ടായത്. കയ്യാങ്കളി നടന്നു. അതിനുശേഷം ഇന്നിപ്പോൾ അന്തിമ തീരുമാനത്തിനുള്ള കമ്മിറ്റിയാണ് ഇന്നിവിടെ നടന്നത്. മറ്റു മെമ്പർമാരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെയും അവർക്ക് ഇഷ്ടപ്പെട്ട, അതായത് വ്യക്തി താല്പര്യമുള്ള വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. പ്രസിഡന്റിന്റെ ഈ നിലപാടിന് എതിരായിട്ട് നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതുകൂടാതെ ചർച്ചയിൽ ഉൾപ്പെടേണ്ട മെമ്പർമാരുടെയോ മറ്റ് അംഗങ്ങളുടെയോ വാക്കുകൾക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. പുച്ഛഭാവത്തിലാണ് അത് നോക്കിക്കാണുന്നത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും. അതുപോലെ തന്നെ മിനിറ്റ്സുകൾ യഥാസമയം നമുക്ക് തരാറില്ല. ഇന്ന് മിനിറ്റ്സിന് വേണ്ടി 17-ാം തീയതിയിലെ മിനിറ്റ്സിന് വേണ്ടിയാണ് ഇവിടെ ഇരുന്നത്. ഇന്നിപ്പോൾ മിനിറ്റ്സ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ 17-ാം തീയതിയിലാണ് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും വാക്കൗട്ട് ചെയ്തത്. എന്നിട്ട് കമ്മിറ്റി പൂർത്തിയാക്കിയ രീതിയിലുള്ള മിനിറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ലഭ്യമായിരിക്കുന്നത്. ഭരണ നേതൃത്വം ഇതിനെ അവഗണിക്കുകയും സമരക്കാരുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായതുമില്ല. എന്നാൽ പ്രതിഷേധക്കാർ സമരം രാത്രിയിലും തുടർന്നതോടെ പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കാൻ സാധിക്കാതെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടി. മിനിറ്റ്സ് പകർപ്പ് ലഭിച്ചാൽ മാത്രമേ ഓഫീസ് വിട്ടുപോകൂ എന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചു നിന്നതോടെ ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും മിനിറ്റ്സ് തയ്യാറാക്കുവാൻ ശ്രമം ആരംഭിച്ചു. തുടർന്ന് രാത്രി വൈകിയും വക്കം പഞ്ചായത്ത് ഓഫീസ് സജീവമായി. 17/1/2024 മിനിറ്റ്സിന്റെ കോപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ ഇത്രയും ദിവസമായിട്ടും ഈ മിനിറ്റ്സിന്റെ കോപ്പി തന്നില്ല. അപ്പൊ ഇന്ന് ഈ മിനിറ്റ്സിന്റെ കോപ്പി കിട്ടിയേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് എത്ര പാതിരാത്രി ആയാലും ഞങ്ങൾ ഈ മിനിറ്റ്സിന്റെ കോപ്പി തന്നെ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മിനിറ്റ്സിന്റെ കോപ്പി തന്നു. മിനിറ്റ്സിന്റെ കോപ്പി തന്നപ്പോൾ ഈ 17/1/2024 3 അജണ്ടയാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ അജണ്ട ചർച്ച ചെയ്തപ്പോൾ തന്നെ പ്രസിഡന്റും ഭരണപക്ഷത്തുള്ള 10ാം വാർഡ് മെമ്പറുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഈ കമ്മിറ്റി വളരെ തർക്കമായ കമ്മിറ്റി ആവുകയും ഈ പ്രസിഡന്റ് ആ കമ്മിറ്റി അധ്യക്ഷയായിട്ടുള്ള പ്രസിഡന്റ് സ്വയം ബഹിഷ്കരിക്കുകയാണെന്ന് ഈ മിനിറ്റ്സ് എഴുതുന്ന പഞ്ചായത്ത് സ്റ്റാഫിനോട് പറഞ്ഞിട്ടാണ് ബഹിഷ്കരിച്ച് ഇറങ്ങിയത്. ഈ വിവരം ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിവരം ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. മറ്റ് 2 അജണ്ടകൾ ചർച്ച ചെയ്തതായും തീരുമാനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും ഈ മിനിറ്റ്സ് ഇതിൽ തന്നിരിക്കുകയാണ്. മിനിറ്റ്സ് തിരുത്തുകയാണ് ഇതിൽ ചെയ്തത്. രാത്രി 8:30-ഓടെ പകർപ്പ് കൈമാറിയ ശേഷമാണ് അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചത്. ഭാരത് വിഷൻ, വക്കം.